മൂന്നാറിൽ കയ്യേറ്റങ്ങൾ പോലെ തന്നെ വഴിയോര കച്ചവടവും നിയമവിരുദ്ധമാണ്. സാധാരണക്കാരായ ജനങ്ങളും വ്യാപാരികളുമാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇങ്ങനെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വ്യാപാരികൾ സമരരംഗത്തുണ്ട്. എന്നാൽ സമരം നടത്തിയ വ്യാപാരികൾക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി വധഭീഷണി ഉണ്ടാകുന്നു. മൂന്നാർ സ്വദേശിയും മുംബൈയിൽ താമസക്കാരനുമായ കനകമണി കണ്ണൻ എന്നയാളാണ് വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഭീഷണി സന്ദേശം പ്രചരിപ്പിച്ചത്. മൂന്നാറിലെ ഭാഷാന്യൂനപക്ഷങ്ങൾ നടത്തുന്ന പെട്ടിക്കടകൾ ഒഴിപ്പിക്കാൻ ശ്രമം നടത്തിയാൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഭീഷണി. ശക്തമായിട്ടുള്ള തീരുമാനമായിട്ട് മുമ്പോട്ട് പോകാം. അതിന് വ്യാപാര സംബന്ധമാണ് ഞങ്ങൾ ഒരു സംഘടനയില്ല, എല്ലാ സംഘടനകളും എല്ലാം മൂന്നാറുകളെ സംയുക്തമായിട്ടുള്ള എല്ലാവരും കൂടെ ഇത് സൂചനയാണ്. പക്ഷേ ഞങ്ങളെ വീണ്ടും ഒരു സമരം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ലീഗൽ കോടതി വഴിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കോടതി വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പേഴ്സണൊക്കെ ഞങ്ങൾ പോയി കക്ഷി കടന്നിട്ടുണ്ട്. അങ്ങനെ അതും മുമ്പോട്ട് പോകണം. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മൂന്നാറിലെ വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച് കഴിഞ്ഞ 8-നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി എന്നീ സംഘടനകൾ സംയുക്തമായി കടകൾ അടച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രകടനവും ധർണയും നടത്തിയത്. ഇതിനുശേഷമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നാർ യൂണിറ്റ് പ്രസിഡന്റ് CK ബാലുലാൽ, വ്യാപാരിയും മൈ മൂന്നാർ മൂവ്മെന്റ് കൺവീനറുമായ G സോജൻ എന്നിവരുടെ പേരുകൾ പറഞ്ഞ് ഭീഷണി സന്ദേശം എത്തിയത്. സോജന്റെ മൊബൈൽ നമ്പർ നൽകിയ ശേഷം എല്ലാവരും ഈ നമ്പറിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തണമെന്നും സന്ദേശത്തിലുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏതു ഭീഷണികളെയും നേരിടാൻ കരുത്തുറ്റ ഒരു സംഘടനയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ് ഒരുപക്ഷെ ഇത്തരം ഭീഷണികളുമായൊക്കെ രംഗത്ത് വരുന്നത്. ഇത് വ്യാപാരികൾ എടുത്ത തീരുമാനമല്ല. മൂന്നാർ ഗ്രാമപഞ്ചായത്തും അവിടെ ഉള്ള തൊഴിലാളി സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും സർവകക്ഷി യോഗം ചേർന്ന് എടുത്ത തീരുമാനമാണ് മൂന്നാറിലും ടൗണിലും ചുറ്റുവട്ടത്തുമുള്ള എല്ലാ വഴിയോര കച്ചവടങ്ങളും നിരോധിക്കണം. മൂന്നാറിലെ ഗതാഗത ഉപദേശക സമിതി യോഗ തീരുമാനപ്രകാരമാണ് 2 ആഴ്ച മുൻപ് കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് വിവിധ വകുപ്പുകൾ ചേർന്ന് പാതയോരങ്ങളിലെ പെട്ടിക്കടകൾ ഒഴിപ്പിക്കാൻ ആരംഭിച്ചത്. 4 ദിവസം കൊണ്ട് 100-ലധികം കടകൾ നീക്കം ചെയ്തിരുന്നു. വിവിധ രാഷ്ട്രീയ സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് ഒഴിപ്പിക്കൽ നിർത്തിവെച്ചതോടെയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. News 18 മൂന്നാർ.